അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധമായ ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് ചൊല്ലി അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സദസ്സല്ല, അതല്ല നമുക്ക് വേണ്ടത്. ഇതൊരു പ്രണയത്തിന്റെ മജ്‌ലിസായി മാറണം. ഇവിടെ മലയാളവും അറബി ഇംഗ്ലീഷും തമിഴും ഒക്കെ വേണം. ഒരു ഭാഷയിലോ ഒരു വരിയിലോ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സദസ്സല്ല നമുക്ക് വേണ്ടത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഭാഷയേക്കാൾ ഇവിടെ വലുത് മഹബത്താണ്, അല്ലെ? പ്രണയമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അങ്ങയെ ആലമീൻ, അല്ലാഹ് അല്ലാത്തതൊക്കെ ആലമിൽ പെട്ടു. ഈ ആലമിന് റഹ്മത്തായിട്ടാണ് നാം അങ്ങയെ നിയോഗിച്ചത് നബി എന്ന്. റഹ്മത്താണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ റഹ്മത്ത് കിട്ടിയാലേ നമുക്ക് ആരിലേക്ക് എത്താൻ പറ്റുള്ളൂ? നമ്മൾ മുമ്പ് വിശദീകരിച്ച ഒരു ആയത്തിന്റെ ഭാഗം ഇല്ലേ? നബിയെ അങ്ങേക്ക് മറ്റുള്ളവർക്ക് ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല കേട്ടോ. ആയത്തെങ്ങനെ വെച്ചാൽ ഇന്നക ലാ തഹ്ദീമൻ അഹ്ബബ്ത, അല്ലേ? അങ്ങ് ഉദ്ദേശിക്കണവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ അങ്ങക്ക് പറ്റൂല കേട്ടോ നബി എന്നാണ്, അല്ലേ? നമ്മളതിന്റെ ഒരു ഭാഗം വിശദീകരിച്ചിരുന്നു. ശരിക്കും അതിന്റെ ടോൺ എങ്ങനെയാണ്? നമ്മൾ ഓതുന്ന ടോൺ എങ്ങനെയാ? കണ്ടില്ലേ, റസൂലുള്ളാഹിനെ പോലും അല്ലാഹ് പിടിച്ചങ്ങനെ നിർത്തിയേക്കാണ്. നബിയെ തോന്നിയാസം കാണിക്കരുതട്ടാ, ഹിദായത്ത് കൊടുക്കാൻ പറ്റൂല. നമ്മുടെ ടോൺ അങ്ങനെയാണ്. അങ്ങനെയല്ല ഖുർആനിനെ സമീപിക്കേണ്ടത്. അതൊരു പ്രണയത്തിന്റെ വാചകമാണ്. പ്രണയമാണ് ആയത്തിലുള്ളത്. ഏതുപോലെ? ഭർത്താവിനോട് അത്രമേൽ പ്രണയമുള്ള ഭാര്യ ഭർത്താവിന്റെ പൈസക്ക് എടുത്ത് ഇങ്ങനെ ചെലവാക്കും എന്ന് പറഞ്ഞാൽ, ആരെങ്കിലൊക്കെ വരുമ്പോ എന്നാ പിടിച്ചോ കൊടുക്കുക, വാരിക്കോരി കൊടുക്കുക. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, പൈസയുടെ പരിപാടി നിന്നെ ഏൽപ്പിക്കാൻ കൊള്ളൂല കേട്ടാ, ഇനി പൈസ എൻ്റെ ഇല്ലാട്ടം തരൂല. അതൊരു സ്നേഹത്തിന്റെ വർത്താനാണ്. അതിനർത്ഥം പിന്നെ ആ ഭാര്യക്ക് അതിന് അവകാശം ഇല്ല എന്നാണോ? അല്ല, അങ്ങനെ നീ കൊടുക്കാൻ നിന്നാ പിന്നെ എൻ്റെ ഉണ്ടാവൂല. അതൊരു പ്രണയത്തിന്റെ വർത്താനാണ്. എന്നതുപോലെ ലോകത്തിന്റെ നേതാവ് അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമേ മുഹമ്മദുർ റസൂലുള്ളാഹ്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്, സർവരെ ആലം സർക്കാർ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ. തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? പിന്നെങ്ങനെയാ? പിന്നെന്താ അല്ലാഹ് അങ്ങനെ പറയാൻ കാരണം? മുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹിദായത്തിന്റെ കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ഒറ്റ കാഫിറും മുനാഫിക്കും ലോകത്തുണ്ടാവൂല. കാരണം എന്താ എല്ലാരും നന്നാവണമെന്നാണ് ആരാഗ്രഹിക്കണത്. അബൂജഹലിന് ഇല്ലേ, നമ്മൾ പറയാറുണ്ട്, അബൂജഹലിന് രോഗം ബാധിച്ചപ്പോ ആദ്യം ഓടിപ്പോയത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ആ മുത്തുനബി ആഗ്രഹിക്കണത് ആരും നന്നാവണമെന്നാ, അബൂജഹലും നന്നാവണം. അതല്ലേ പിന്നാലെ നടന്നിട്ട് ഒരു പാതിരാത്രി അബൂജഹലിന്റെ വീട്ടിൽ ഇങ്ങനെ വാതിലിൽ മുട്ടാണ്. തുറന്നു നോക്കുമ്പോഴത്തേക്കും മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു. അതെ, അബുൽ ഹക്കം വേറെ ഒന്നുമല്ല, ഞാനും നിങ്ങളും പടച്ചവനും മാത്രം അറിയുള്ളൂ, വേറെ ഒറ്റ കുഞ്ഞറിയൂല. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞൂടെ? ആരാ വരണ വീട്ടിൽ? സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് അബൂജഹലും നന്നാകണമെന്ന് കൊതിയാണ് റസൂലുള്ളാഹിക്ക്. ആ റസൂലുള്ളാഹിന്റെ കയ്യിലോട്ട് ഹിദായത്ത് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പടച്ചോൻ എല്ലാരും നന്നാകണതല്ലേ? അള്ളാഹ്ക്ക് ഇപ്പൊ അബൂജഹൽ നന്നാവണോണ്ടോ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ അള്ളാഹ് നോക്കണത് അതിലേക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കണം, ഒറ്റ കുഞ്ഞും നന്നാവണ്ട, അതാണ് പടച്ചോന്റെ ഇഷ്ടം. എന്നാ റസൂലുള്ള അങ്ങനല്ല, എന്നെ വേദനിപ്പിച്ചാലും അവരൊക്കെ നന്നാകണം, ഇല്ലേ? ആ കല്ലെടുത്ത് ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിട്ട് എറിയിപ്പിച്ചപ്പോ ആ ചോരത്തുള്ളി താഴേക്ക് വീഴാൻ പോയൊരു ഘട്ടമുണ്ടല്ലോ, ആ സമയത്ത് ജിബിരിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജബലുകൾ, പർവ്വതങ്ങളുടെ മാലാകന്മാര് വരുന്നുണ്ട്, നബിയെ കീഴ്മേൽ മറിച്ചിടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നന്നായാലോ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹ് നോക്കണത് എന്റെ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കണം, ഒറ്റ കുട്ടിയും മൂമിനാവണ്ട. അവർക്കല്ല ഹിദായത്ത്, അള്ളാഹ്ക്ക് കുഴപ്പമുണ്ടായിട്ടല്ലോ. പക്ഷെ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചോ, റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞോ, റസൂലുള്ളാഹിനെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി കണ്ടുപോകുന്ന ആ ഈമാൻ കെട്ട ഒരു മനസ്സുണ്ടല്ലോ, അതാർക്ക് സഹിക്കൂല? അള്ളാഹ്ക്ക് പറ്റൂല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. നമ്മൾ നിസ്കരിക്കുന്നത് ആരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാ? അള്ളാന്റെ. നിസ്കരിച്ചത്, ഹജ്ജിന് പോയത്, നല്ല പണിയെടുക്കണത് എന്തിനാ? വലസൗഫ യുഅ്തീക. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണിത്.
അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം. വലസൗഫ യുഅ്തീക, ഇല്ല ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. റബ്ബുക ഫതർലാ, അങ്ങ് മദീന്ന് പറയണത് വരെ ഈ പണി ഞാൻ എടുക്കും നബിയെ. എനിക്ക് വേണ്ടത് അങ്ങയുടെ തൃപ്തിയാണ്. അള്ളാഹ്ക്ക് വേണ്ടത് അല്ലേ ആരുടെ തൃപ്തിയാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. നമുക്ക് വേണ്ടത്, അപ്പൊ അള്ളാന്റെ റസൂലിനെ വെറുപ്പിച്ചാൽ അള്ളാന്റെ തൃപ്തി നമുക്ക് കിട്ടോ? അള്ളാന്റെ റസൂലിന്റെ മീലാദില് മുത്തുനബിയുടെ ആഗമനം ഉണ്ടായ ഒരു മാസത്തിൽ നമുക്ക് ഭയങ്കര എട്ടങ്ങേറ്, ഒരു തരം പിരിമുറുക്കം. പിന്നെ എങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ഈമാനിന്റെ ലദ്ദത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക? അശ്റഹു സുദൂർ, ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്ന സംഗതിയൊക്കെ ആസ്വദിക്കാൻ പറ്റണത് എങ്ങനെയാ? അത് ആസ്വദിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു. സലാം അലൈക സൈനൽ അംബിയാഇ, അസ്സലാം അലൈക അത്ഖൽ അത്ഖിയാഇ, സ്വലവാതി وهو خير الأنام بدر السلام عليك أصفى الأصفياء، السلام عليك أزكى الأزكياء، صلواتي السلام عليك من رب السماء، السلام عليك دام بالانقضاء، صلواتي السلام عليك أحمد يا حبيبي، السلام عليك طه يا طبيبي، صلواتي على نبي وسلامي السلام عليك أحمد يا محمد، السلام عليك طه يا ممجد، صلواتي على نبي وسلامي السلام عليك يا محي الذنوب، السلام عليك يا جليل الكروب، صلواتي والسلام الله وهو خير الأنام بدر. السلام عليك يا نور الظلام، السلام عليك يا كل الورام، صلواتي على النبي الله وهو خير الأنام بدر. السلام عليك يا ذا المعجزات، السلام عليك يا هادي الهداة، صلواتي على النبي الله وهو خير الأنام بدر. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ കാണാനുള്ള ഒരു കൊതിയോടുകൂടെ അല്ലേ നമ്മൾ പാടുന്നത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂർ മുഹമ്മദിൽ ലയിക്കാനുള്ള ഒരു കൊതി. അങ്ങനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
അടിച്ച് താഴെ ഇട്ടു, ചവിട്ടിക്കൂട്ടുന്നുണ്ട് കഅബാലയത്തിന്റെ അടുക്കൽ വെച്ചിട്ട്. ബോധം പോയി, ഓടി വരുന്നുണ്ട് കുടുംബക്കാർ. യാ അബൂബക്കർ, വെള്ളം കുടിക്കുമോനെ, വെള്ളം കുടിക്ക്. അയിന റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ള എവിടെ, എന്റെ റസൂലുള്ള എവിടെ? എന്റെ ബോധം പോകുന്നതൊന്നും ഇവിടെ ഒരു വിഷയല്ല, എനിക്ക് വലുത് എന്റെ റസൂലുള്ളയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന്റെ രണാങ്കണത്തില് സുമയ്യ റളിയല്ലാഹു അൻഹ, ഭർത്താവ് പോയിട്ടുണ്ട്, മക്കള് പോയിട്ടുണ്ട്, സഹോദരങ്ങള്, പിതാവ് ഒക്കെ ഉണ്ട് യുദ്ധത്തില്. അവിടെ നിന്ന് ഇങ്ങനെ ഗ്രാമത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ കാത്തു നിൽക്കാണ് വാർത്തകൾക്കായിട്ട്. അപ്പോഴാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്നുള്ളൊരു വിവരം അറിയണത്. മുൻപല്ല് പൊട്ടി. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയില്ല, ആർക്കും സഹിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ബീവിയോട് നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് ഓടി വരുന്നുണ്ട്. ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, സഹോദരി, നിങ്ങളുടെ ബാപ്പ മരിച്ചു. ഇന്നാലില്ലാഹ്, എന്റെ റസൂലുള്ള എവിടെ, എന്റെ റസൂലുള്ള എവിടെ? പിന്നെ ഓടി വരുന്നുണ്ട്, നിങ്ങളുടെ മോൻ മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ റസൂലുള്ള എവിടെ? അയിന റസൂലുള്ള. നിങ്ങളെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. അയിന റസൂലുള്ള. റസൂലുള്ള എവിടെ? പൊട്ടിക്കറിയാണ്, റസൂലുള്ള എവിടെ? അവസാനം ആ മുൻപല്ല് പൊട്ടിയത്, റസൂലുള്ളാഹിക്കൊന്നും വേറെ പറ്റിയിട്ടില്ല, റസൂലുള്ള വഫാത്തായി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ പരന്നപ്പോ സഹിക്കാൻ പറ്റണില്ല. എല്ലാവരും കൊണ്ടുവന്ന് മുത്തുനബിയുടെ അടുക്കൽ നിർത്തിയിട്ട്, റസൂലുള്ള എവിടെ ഉണ്ട്? യാ റസൂലല്ലാഹ്, അങ്ങയെ ഒന്ന് കണ്ടാൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരു നഷ്ടമല്ലല്ലോ നബിയെ, അങ്ങുണ്ടല്ലോ നബിയെ എനിക്ക് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങുണ്ടല്ലോ എന്നാണ്. എന്തൊരു മഹബത്തായിരിക്കും അതല്ലേ? നമുക്കും കാണണ്ടേ റസൂലുള്ളാഹിനെ? ഖൽബിന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ ദർശിക്കണം. മദീനത്തൊക്കെ പോകുമ്പോ അത്രമേൽ പ്രണയാർദ്രമായ മനസ്സോടെ നമ്മൾ കേവലം ഈ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദ് ഇത്രയും തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇവർ ഉൾക്കൊള്ളാത്തത് എന്താണ്? ഇത് തെളിവിന്റെ പ്രശ്നമല്ല, നമ്മളൊരു കേവല സംഗതി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ തെളിവൊക്കെ പറയണത് അല്ലേ? ഇതൊരു മഹബത്തിന്റെ വിഷയമാണ്, ഇത് അനുഭവിച്ചറിയേണ്ട പ്രണയത്തിന്റെ വിഷയമാണ്. ഒരുപാട് തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ വിട്ടേക്ക്. തെളിവൊന്നും അല്ല ഇവിടെ വിഷയം. കാരണം അബൂജഹല് എത്രയോ തെളിവ് കണ്ട ആളാ. ചന്ദ്രനെ പിളർത്തുന്നത് നേരിട്ട് കണ്ട ആളാണ് അബൂജഹൽ അല്ലേ? വിശ്വസിച്ചോ? ഇതൊരു തൗഫീഖാണ്, ഇതൊരു തൗഫീഖാണ്. അതാണ് ഞാൻ നേരത്തെ നിസ്കാരം കഴിഞ്ഞ ഉടനെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, എല്ലാരോടും അല്ല, ഈമാനുള്ളവരെ നിങ്ങൾ സ്വലാത്ത് ചെയ്യണേ. ഈമാനുള്ളവരെ നിങ്ങൾ റസൂലുള്ളാഹിനേക്കാൾ ശബ്ദം ഉയർത്തരുതേ. ഈമാനുള്ളവരെ നിങ്ങൾക്ക് റസൂലുള്ള അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ. ആ വിളി എന്താ? ഈമാൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും മുഅ്മിനീങ്ങളല്ല, ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. സർവ്വസത്തെക്കാളും എന്നെ പ്രണയിക്കണത് വരെ നിങ്ങൾ ആരും മുഅ്മിനല്ലേ. അങ്ങനെ മുഅ്മിനായോരെ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ എന്നാണ് ഖുർആനിൽ പറയുന്നത്. അള്ളാന്റെ റസൂലിനെ പ്രണയിച്ച് മുഅ്മിനായോരെ നിങ്ങൾ സ്വലാത്ത് ചെല്ലണേ, നിങ്ങൾ മൗലിദ് ചെല്ലണേ, നിങ്ങൾ സൗണ്ട് പൊക്കരുത്. മുഅ്മിനല്ലാത്തവർക്ക് പിന്നെ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക? അവർക്ക് പ്രണയത്തിന്റെ വാല്യൂ മനസ്സിലാവും. അവർക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലാത്തവർക്ക് പറ്റൂല എന്നാണ്. അപ്പൊ അങ്ങനെ ആ ഖൽബ് കൊണ്ട് കൊതിക്കണം. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തിൽ ഐനൈനി. ആരംഭ പൂവായ മൽജാവ മൻജാവ മുർതാഹൽ മുസ്താഖി ഹിബ്ബ സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭ പൂവായ മുത്ത് നബിയുടെ അതായത് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ എത്തണം, അതാണ് കൊതിക്കേണ്ടത്. അത് ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. ദുനിയാവിൽ പല സിറുകളും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിനെ കുറിച്ചുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ്. അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഹൃദയം തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രം പറയാൻ ആഖിറത്തിൽ അല്ലേ? റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം എടുത്തു കൊടുക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്ന എന്താ വേണ്ടത് എന്റെ കുട്ടിക്ക് എന്നാണ് അല്ലേ?
അവിടുന്ന് കൊടുക്കുന്ന മറുപടി എന്താ? അസ്അലുക മുറാഫഖത്തക, അങ്ങേരുടെ അടുക്കൽ ഇതുപോലെ വെള്ളം എടുക്കാൻ പറ്റിയ ഒരാളായിട്ട് എന്നെ മാറ്റിത്തരണം. നാളെ ആഖിറത്തില് സ്വർഗത്തില് ഉന്നത സ്ഥാനം അങ്ങേരുടെ അടുക്കൽ വേണം. അങ്ങയെ കണ്ടിരിക്കണം, അങ്ങയെ കണ്ടിരിക്കണം, അങ്ങയെ നോക്കിയിരിക്കണം, അങ്ങയുടെ ഹദ്റത്ത് ആസ്വദിക്കണം. സയ്യിദുന റബിയ, അങ്ങയുടെ ഹദ്റത്ത് ആണ് വേണ്ടത്. ആ ഹുദൂർ തന്നെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ത്വാഹ വ യാസീൻ വ ഹമീം നബിയൂന ഉൻസുൽ ഗരീബീന അബ്യദ മൗല സ്വാലിഹീന, ആരംഭ പൂവായ മുത്ത് നബിയുടെ صلي وسلم عليه يا ربنا أزكى صلاة الله أدوم نحمد يا الله. ആരംഭ പൂവായ മുത്ത് നബിയുടെ حبا وشوقا يا رحمة العالمين جئناك صلى الله عليك سلم نور الله. ആരംഭ പൂവായ മുത്ത് നബിയുടെ نرجو السعادات محو الشقوات يا خير رسول الله عليك دائما صلى الله. ആരംഭ അശ്റ കേട്ടോ. يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله. ആരംഭ آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ توفيق الله. صل وسلم وبارك عليه. فلما آن أوان مولد الكريم فهان مقدمه الشريف العظيم صاص الإشارة بالبشارة لأهل الأرض أجمعين فما أرسلناك إلا رحمة للعالمين. فعند ذلك حفت بأمه آمنة رضي الله عنها الملائكة الأبرار تهجبها بأجنحتها ناغي الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل. وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية بالسعادة الأبدية والغرة القمرية والطلعة المحمدية. أخذ المخاض واستد بها آلام فولدت النبي صلى الله عليه وسلم كأنه البدر في تمام. صلى الله صلى الله عليه وسلم صلى الله صلى الله على محمد يا ربي
أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه سروري صلى الله على محمد صلى الله لم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد لم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد لمن رأى وجهك يسعد يا كريم الوالدين حوضك الصافي المبرد وردنا يوم النشور صلى الله صلى الله رأينا العيسى حنت بالسراء إلا إليك والغمامة قد أضلت والملا صلوا عليك الصلاة والسلام عليك يا رسول الله حبيب الله وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك الظبي النفور الصلاة الله حينما شد المحامل وتنادوا للرحيل جئتهم بدمع سائل قلت قف لي يا دليل الصلاة والسلام
Allah. وتحمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل في العشايا والبكور الصلاة الله الصلاة മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവെടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരിദി അസ്സലാ വസ്സലാമു അലൈക അസ്സലാത്തു ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവെടിയല്ലേ ഞങ്ങളെ അസ്സലാത്ത് വസ്സലാമു അലൈക യാ لهموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم قوم الله يا حبيب قوم الله في معانيك الأنام قد بدت حائرنا الله أنت لرسلي ختام أنت للمولى شكور الله يا نبي سلام عليكم يا رسول سلام الله يا حبيب عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم
فيكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم فيكم ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا ولي الحسنات يا رفيع الدرجات صلى الله لا مكفرا عني ذنوبي واغفرا لسيئاتي صلى الله أنت غفار الخطايا والذنوب بالموبقات صلى الله لما أنت ستار المصابي ومقيل العثرات صلى الله محمد لم علم سري وأخفى مستجيب الدعوات صلى الله لام محشر الكدنا സമയത്തും ഉമ്മത്തി എന്നൂരത്തോരേ ലമ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല താടിയേ സല്ലല്ലാഹ് لام ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين. അല്ലാഹു സുബ്ഹാന പരിശുദ്ധമായ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളൊക്കെ വീടുകളിലും പള്ളിയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരമെങ്കിലും മുത്തുനബിയെ കുറിച്ച് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലണം. കുട്ടികൾക്ക് എക്സാം ഒക്കെയാണ്, എന്നിരുന്നാൽ പോലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും അല്ലേ റസൂലുള്ളാഹിന്റെ മൗലിദ് യാക്രമ വൈത്തെങ്കിലും അല്ലേ അങ്ങനെ ചൊല്ലാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. മുത്തുനബിയുള്ള ഒരു വീട്ടിൽ വേറൊരു വിളക്കേണ്ട ആവശ്യമാണ്. അതൊരു അക്ഷരാർത്ഥത്തിലും ആധ്യാത്മിക തലത്തിലും ഒക്കെ ശരിയാണ്. അനസ് റളിയല്ലാഹു അൻഹു കൂടെ സ്വഹാബത്തൊക്കെ ഉണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാതിരാത്രിയായി. എന്ത് സംഭവിച്ചു?
റസൂലുള്ളാഹിയോട് സങ്കടം പറഞ്ഞപ്പോൾ മുമ്പിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇവർ നടക്കുമ്പോൾ ഈ പ്രകാശം അവരുടെ കൂടെ എങ്ങനെയുണ്ട്? റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചവരല്ലേ, പ്രകാശം എങ്ങനെയുണ്ട്? രണ്ടുപേർക്ക് രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞു പോകണം. പ്രകാശം രണ്ടായി സ്പ്ലിറ്റായി രണ്ട് ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ പ്രകാശം, അവിടുന്ന് കൽബിലുണ്ടെങ്കിൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, വേറൊരു പ്രഭയും തേടി നിങ്ങൾ പോകേണ്ടതില്ല. അല്ലേ? വേറെ ഫേക്കായിട്ട് പലതും ഈ ദുനിയാവിൽ കാണും കുട്ടികൾ. എങ്ങനെയുണ്ട്? പലതും ഫേക്കായിട്ട് കാണും. ഒരുപാട് കുട്ടികൾ ഈ കുറെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ഫേക്കായിട്ട് വരുന്ന ആളുകൾ, നിങ്ങൾക്ക് ഞങ്ങൾ സമാധാനം തരാം, ഓരോരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, പോയി പെടുകയാണ്. ചെല്ലുമ്പോൾ യുക്തിവാദികളായിരിക്കും. അവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ബ്രെയിനിലേക്ക് കയറ്റി വെച്ച് ജീവിതം നശിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങളുടെ കൽബിൽ റസൂലുള്ളാഹി ഉണ്ടായാൽ മതി. റസൂലുള്ളാഹിയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന സാഹിബുർ റസൂൽ ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ കൂടെ നടക്കണം എന്നാണ്. റസൂലുള്ളാഹിയെ കൽബിൽ കണ്ടെത്തണം, എങ്കിലേ അള്ളാഹുവിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാന അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് ഇനി മൗലിദിന് വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാകണം. ഉണ്ടാവൂലേ? നിങ്ങൾ പറയണില്ല, ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ്. അത് റബീഉൽ അവ്വൽ മാത്രം വേണ്ട ഒരു സംഗതിയല്ല അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞത് അള്ളാഹിനെ ഓർക്കാനാണെങ്കിൽ 5 നേരം ഓർക്കുന്നതിലൂടെ നിരന്തരം ആരുടെ ഓർമ്മയിലായിരിക്കണം? ഇത് റബീഉൽ അവ്വൽ ഒരു പ്രാക്ടീസാണ്. നിരന്തരം റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദിലും മദഹിലും നുസ്റയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കണം, അങ്ങനെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി മൗലിദിലേക്ക് ചീരണികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ട ബാപ്പയുടെ ആണ്ട് ദിനമാണെന്ന് മൗലിദിലേക്ക് ചീരണി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാന അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ബർസഹ് അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ മനസ്സിലുണ്ടോ, ഹബീബേ ഹുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചീരണിയൊക്കെ കൊടുക്കണം കേട്ടോ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ മധുരമാണ്. കഴിഞ്ഞൊക്കെ പായസമൊക്കെ കൊടുത്തിരുന്നു പല ആളുകളും അല്ലേ. ഉഷാറായിട്ട് ചീരണികൾ വരണം. ഹത്തീബിന് വേണ്ടിയിട്ടാന്ന് പറയണ്ട, ഞാൻ ഷുഗർ ഡയറ്റിലാണ്, ഞാൻ കഴിക്കൂല, ഞാൻ അത് പറഞ്ഞ് പുറത്തിറങ്ങും മൊയ്യാരിക്ക് തിന്നാനോ അങ്ങനെ പറയരുത്. അതിനല്ല, നമ്മളിവിടെ മധുരം പങ്കിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സല്ലേ അല്ലേ? അങ്ങനെയായിരുന്നു പൂർവികരായ ആളുകളൊക്കെ. അള്ളാഹു അങ്ങനെ മുത്തഹബീബിനോടുള്ള അവിടത്തേക്കുള്ള പ്രണയം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ സീരിയൽ ബൾബുകളിലെ ഇത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പോരാ. താബീങ്ങൾ പറഞ്ഞ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ എന്താ, എൻ്റെ അടുക്കൽ ഉഹദ് മലയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ മീലാദുർ റസൂലിന് ഞാൻ ചെലവാക്കിയേനെ. ഇത് നമ്മുടെ കല്യാണത്തിന് ലൈറ്റിട്ട് പൈസ വേസ്റ്റ് ആക്കണ പോലെ അല്ല. ഇതൊരു സ്നേഹപ്രകടനമാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. ഇത് റസൂലുള്ളാഹിനോടുള്ള ഹബ്ബ്. ഇതൊന്ന് പ്രകടിപ്പിക്കണ്ടേ നമുക്ക്? ഈ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഈ സംഗതി ഒന്ന് പ്രകടിപ്പിക്കണ്ടേ? അതിനിങ്ങനെ അവസരം പടച്ചോൻ ഇട്ട് തരും. ഇവിടെ കാണട്ടെ എൻ്റെ റസൂലിനോടുള്ള ഹബ്ബ്, ഞാൻ കാണട്ടെ. അതാണ് പടച്ചോനതേ കണ്ടോ, ഇതൊക്കെ ഞങ്ങളുടെ മഹബത്തിന്റെ പ്രകടനമാണല്ലോ. എന്തൊരു ആനന്ദമാണ്. ഇതൊക്കെ ആനന്ദത്തോടെ ചെയ്യേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് കണക്ക് നോക്കുമ്പോഴത്തേക്കും കൂടിപ്പോയല്ലോ എന്നുള്ള ചിന്തയൊന്നും വരാൻ പാടില്ല അല്ലേ? ഇത് പ്രണയമാണ്. ഇത് കണക്ക് വെക്കാൻ പറ്റൂല. അങ്ങനെ മുത്ത് ഹബീബിന് അത് നമ്മുടെ വീട്ടിലും വേണം, പള്ളിയിൽ മാത്രമൊന്നുമല്ല, എല്ലായിടങ്ങളിലും തിളങ്ങി നിൽക്കണം മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിലും ഉപരി ഖൽബിൽ തിളങ്ങണം മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദിയ നൂറ് എവിടെ ഉണ്ടാകണം? ഖൽബിലുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനേ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞതും പാടിയതും നിന്റെ ഔദാര്യം കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ന്യൂനതകളേറെയുണ്ടെങ്കിലും നിന്റെ അടിമകളാണല്ലോ അല്ലാഹ്, നിന്റെ അടിമകളാണല്ലോ അല്ലാഹ്. നീ പുറത്തു നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് തിന്മകളുടെ കൂമ്പാരം ഞങ്ങളിലുണ്ട് അല്ലാഹ്.
ഞങ്ങൾ നന്ദികേട് കാണിച്ചതിന്റെ ഫലമെന്നോണം നീ നൽകിയതെല്ലാം തിരിച്ചെടുക്കല്ലേ അല്ലാ. റഹ്മത്തുല്ലിൽ ആലമീൻ താജുൽ അവ്വലീന വൽ ആഖിരീൻ താജ്ദാരെ മദീന സർവരെ ആലം സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം സയ്യിദുൽ കായിനാത്തി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാ. ഹബീബിനോടുള്ള പ്രണയത്തിലായി ജീവിക്കാൻ, ആ പ്രണയത്തിലായി മരിക്കാൻ, ആ പ്രണയത്തിന്റെ ബാക്കി പത്രമെന്നോണം ഹബീബിന്റെ നൂറിൽ ലയിക്കാൻ, അത് മുഖേന നിന്നെ ദർശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. പൊന്നുമക്കൾക്ക് നേർവഴി കാണിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അസുഖബാധിതരുണ്ട്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ റഹ്മാനേ. പടച്ചവനെ, അഹ്ലുസുന്നയിലായി നിന്റെ ഹബീബിനെ പ്രണയിച്ച് ജീവിക്കാനും ആ പ്രണയത്തിലായി മരിക്കാനും അഹ്ലുസുന്നയിലായി ലോകത്ത് നിന്ന് വിട പറയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. കേവലം പിൻപറ്റൽ മാത്രമാണെന്ന തെറ്റിദ്ധരിപ്പിക്കലുകളിൽ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നീ കാവലേകണേ അല്ലാ. മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് പിൻപറ്റാൻ, പ്രണയിച്ചുകൊണ്ട് അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കാണേണ്ടതുപോലെ കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. കരുണക്കടലായ ചമ്പുരാനെ, ഈ പള്ളിയിലേക്ക് സഹായങ്ങൾ ചെയ്യുന്നവർ, ഈ പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്നവർ, കൽബ് കൊണ്ടെങ്കിലും ഓരോ പ്രവർത്തനങ്ങളിലും ചേർന്നു നിൽക്കുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നവർ പൊറുച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇന്ന് ചീരണികൾ നൽകിയ സഹോദരങ്ങൾ, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റണേ അല്ലാ. പടച്ചവനെ, അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.